ഷിവിയ സുനിൽകുമാർ, റബ്ബറിന്റെ താങ്ങുവില 10 രൂപയാണ് വർദ്ധിപ്പിച്ചത്. കൃഷിമന്ത്രിയായിരുന്ന താങ്കൾക്ക് തോന്നുന്നുണ്ടോ കേരളത്തിലെ കർഷകർക്ക് അത്രമാത്രമേ ആവശ്യമുള്ളൂ, അല്ലെങ്കിൽ അതുമാത്രമേ അവർ അർഹിക്കുന്നുള്ളൂ എന്ന്, അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ? നികേഷേ, ഈ റബ്ബറിൻ്റെ താങ്ങുവില 10 രൂപ വർദ്ധിച്ചു എന്ന് പറയുന്നത് 10 രൂപയുടെ വർധനവ് തന്നെയാണ് കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം. അത് എത്രമാത്രം അവർക്ക് അവരനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് അത് പരിഹാരമാവുന്നു എന്ന ചോദ്യത്തേക്കാൾ ഉപരി 10 രൂപ വർദ്ധിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് 10 രൂപയുടെ വർധനവാണ്. ഇവിടെ കാണേണ്ട ഒരു കാര്യം, റബ്ബർ കൃഷിയുമായി ബന്ധപ്പെട്ട അതിൻ്റെ യഥാർത്ഥ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ്, റബ്ബർ ബോർഡ് ഉൾപ്പെടെയുള്ള ഏജൻസികളാണ്. അവരെടുക്കുന്ന സമീപനം എന്താണ്? അപ്പോൾ കപ്പൽ മുങ്ങിയ ഛേദം കാവ് ചോന്നാൽ പരിഹരിക്കാൻ കഴിയില്ല, നാട്ടുമ്പുറത്തൊരു ചൊല്ലുണ്ട്. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ചെയ്യുന്ന ഇത്തരം നടപടികളുമായി ബന്ധപ്പെട്ട കാര്യം കൂടി ചർച്ച ചെയ്താലാണ് നമുക്ക് ഇതിനെ പറ്റിയിട്ടുള്ള ഈ 10 രൂപ വർധനവിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുള്ളൂ. ഇപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞല്ലോ, എന്തുകൊണ്ടാണ് റബ്ബറിൻ്റെ വില കുറയാൻ കാരണം എന്ന് നേരത്തെ മത്തായി സാർ കൂടെ സൂചിപ്പിച്ചല്ലോ. എന്താണ് കാരണം? ആരാണ് അതിന് ഉത്തരവാദികളായിട്ടുള്ള ആളുകൾ? പിന്നെ ASEAN കരാർ ഉൾപ്പെടെയുള്ള കരാറുകൾ ഏർപ്പെട്ടിരിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ് നടപടിയുടെ ഭാഗമായിട്ടാണ് അതിൻ്റെ ഏറ്റവും വലിയ എഫക്റ്റഡ് ഏരിയ എന്ന് പറയുന്നത് റബ്ബർ ഉൾപ്പെടെയുള്ള നാണ്യവിളകളുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അവിടെ സംഭവിച്ചിരിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ, കേന്ദ്രത്തെ എപ്പോഴും കുറ്റം പറയുന്നു എന്നൊരു പക്ഷേ പറയും, കേന്ദ്രത്തെ കുറ്റപ്പെടുത്തല്ല, യാഥാർത്ഥ്യം പറയുന്നതാണ്. അപ്പോൾ 10 രൂപ വർദ്ധിപ്പിച്ചു എന്ന് പറയുന്നത് 10 രൂപയുടെ വർധന തന്നെയാണ്. അത് കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ 175 രൂപ കൊടുക്കുന്ന ആരാണ്? ഞാൻ മന്ത്രിയായിരിക്കുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടൊരു കാര്യം എന്തായിരുന്നു? റബ്ബറിനെ നിങ്ങൾ കൃഷിയായിട്ട് അംഗീകരിക്കുമോ? എന്താ റബ്ബറിന് കൃഷിയായിട്ട് അംഗീകരിക്കാത്തത്? എന്തുകൊണ്ടാണ്? റബ്ബർ ഇപ്പോഴും ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട വാണിജ്യ വകുപ്പിൻ്റെ കീഴിലാണ് റബ്ബറിൻ്റെ ഉൾപ്പെടുന്നത്. അത് കൃഷിയുടെ കീഴിലല്ല. ഞാൻ മന്ത്രിയായിരിക്കുമ്പോൾ എൻ്റെ കീഴിലല്ല കൃഷി എന്ന് പറയുന്നത്, ഈ റബ്ബർ എന്ന് പറയുന്നത്. റബ്ബർ ആരുടെ കീഴിലാണ്? കേന്ദ്ര വാണിജ്യ വകുപ്പിൻ്റെ കീഴിലാണ് റബ്ബർ. അപ്പോൾ ആരുടെ താല്പര്യമാണ് സംരക്ഷിക്കുന്നത്? അവിടുത്തെ ഇൻഡസ്ട്രിയലിസ്റ്റിൻ്റെ താല്പര്യത്തിനനുസൃതമായി റബ്ബർ കർഷകരെ ഏതൊക്കെ രൂപത്തിൽ ചൂഷണം ചെയ്യാമോ, ഇൻഡസ്ട്രിയുടെ താല്പര്യത്തിനനുസരിച്ച് ഇത് റബ്ബറിന് വില കുറയ്ക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും ഉൾപ്പെടെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തല്ലോ. അതുകൊണ്ടാണല്ലോ റബ്ബർ കമ്പനികൾക്കെതിരായിട്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഏജൻസി കോടിക്കണക്കിന് രൂപയുടെ നഷ്ടപരിഹാരം കൊടുക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടതിന് കാരണം എന്താണ്? കൃത്രിമമായിട്ട് വില വർദ്ധിപ്പിക്കുക, അല്ലെങ്കിൽ വില കുറയ്ക്കുക, എന്നിട്ട് കർഷകരെ ചതിക്കുക. ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആരാണ്? അപ്പോൾ ഇതിന് ഉത്തരവാദികളായിട്ടുള്ള ആളുകളുടെ ഒരു പ്രശ്നം മുന്നിൽ നിൽക്കുമ്പോൾ കേരള ഗവൺമെൻറ് സംബന്ധിച്ചിടത്തോളം 175 രൂപ കൊടുത്തത് എന്തുകൊണ്ടാണ്? ASEAN കരാർ പ്രകാരം താങ്ങുവില നിശ്ചയിക്കാൻ പറ്റില്ല. കൃഷി ഉൽപ്പന്നത്തിന് മാത്രമേ താങ്ങുവില നിശ്ചയിക്കാൻ പറ്റുള്ളൂ. ഇത് കൃഷി ഉൽപ്പന്നമല്ല. അതുകൊണ്ട് എന്ത് ചെയ്തു കേരള ഗവൺമെൻറ് ചെയ്തതെന്താണ്? പ്രൊഡക്ഷൻ ഇൻസെൻറ്റീവ് എന്ന പേരിലാണ് 170 രൂപ അല്ല 75 രൂപ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പ്രൊഡക്ഷൻ ഇൻസെൻറ്റീവ് എന്ന ഒരു ഓമന പേരിട്ട് കൃഷിക്കാരെ സഹായിക്കാൻ വേണ്ടി ഇന്ത്യയിൽ കർഷകരെ സഹായിക്കുന്ന ഒരേ ഒരു സ്റ്റേറ്റ് എന്ന് പറയുന്നത് കേരളം മാത്രമാണ്. അവിടെയാണ് കേരളം ഈ പ്രയാസങ്ങൾക്കിടയിലും 10 രൂപ വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അത് 10 രൂപയുടെ വർധനവാണ്. അത് കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം സഹായകരമായ കാര്യം തന്നെയാണ്. റബ്ബർ കർഷകരെ നിലത്തിട്ട് ചവിട്ടിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ അവർക്ക് ആശ്വാസം നൽകുന്ന ഒരു നടപടി സംസ്ഥാന ഗവൺമെൻറ് തീരുമാനിക്കുമ്പോൾ ആ തീരുമാനത്തെ നമ്മൾ വില കുറച്ച് കാണുകയല്ല വേണ്ടത്. 175 രൂപയിൽ നിന്ന് കുറയ്ക്കാതെ 10 രൂപ വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അത് റബ്ബർ കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു പിടിവള്ളി തന്നെയാണെന്നാണ് മുൻ കൃഷിമന്ത്രി എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്. അവർ നേരിടുന്ന പ്രശ്നങ്ങൾ അതിനേക്കാൾ വലുതാണ്. അത് പൂർണ്ണമായിട്ടും ഞങ്ങൾ കൃഷിമന്ത്രിയായിരിക്കുന്ന സമയത്ത് കേന്ദ്ര ഗവൺമെൻറ് കൊടുത്തിരിക്കുന്ന 24 ആവശ്യങ്ങൾ, അത് 23 ആവശ്യം കേന്ദ്രം അംഗീകരിച്ചു. വല്ല നടപ്പാക്കിയോ? ഒരാവശ്യം നടപ്പാക്കിയിട്ടില്ല കേന്ദ്ര ഗവൺമെൻറ്. ഇപ്പോൾ ചെയ്യുന്ന എന്താണ്? റബ്ബർ ബോർഡ് തന്നെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ റബ്ബർ നിയമം കൊണ്ടുവന്നു. ആ വരുന്നതോടുകൂടി എന്താണ്? ഇവിടുത്തെ വ്യവസായികൾക്ക് വേണ്ടിയിട്ടാണ് റബ്ബർ കൃഷിക്കാർ അവരുടെ കൃഷി ചെയ്യണം എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ വരികയാണ്. റബ്ബർ ബോർഡ് പോലും ഇല്ലാതാക്കുന്ന നിലയിലേക്ക് നമ്മുടെ നാട് വന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം റബ്ബർ കൃഷിക്കാരെ കൈവിടാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഈ പ്രയാസങ്ങൾക്കിടയിലും ബാലഗോപാൽ പറഞ്ഞൊരു കാര്യം, മറുപടി വേണം ശ്രീനാരായണ നമ്പൂതിരി. കേരളത്തെ സംബന്ധിച്ചിടത്തോളം റബ്ബർ കർഷകരെ സംരക്ഷിക്കുക എന്നുള്ളതാണ് നയമെങ്കിൽ കേന്ദ്രത്തെ സംബന്ധിച്ചിടത്തോളം ടയർ വ്യവസായികളെ സംരക്ഷിക്കുക എന്നുള്ളതാണ് നയം. ഇത് തമ്മിലുള്ള വൈരുദ്ധ്യമാണ് ശ്രീ വി എസ് സുനിൽകുമാർ